വർഗീയ ഫാസിസ്റ്റ് പ്രവണതകളുടെ ബാധയേറ്റ കുറേ മനസ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബാധയേറ്റവരെല്ലാം വെളിച്ചപ്പാടുകളായി മാറുകയാണ്. ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്നത് ബാധയേറ്റിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ബാധ ഉണ്ട് മനസ്സിൽ, അവരെല്ലാം വെളിച്ചപ്പാടാവുകയാണ്. ഇത്രയും കാലം നിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ചില വലിയ പ്രതിരോധങ്ങളുണ്ടാവും, പക്ഷേ ഇനി അതങ്ങനെ ഉണ്ടാക്കാനാവില്ല എന്നൊരു ഹുങ്കിൽ നിന്നുകൂടിയാണ് സത്യത്തിൽ ട്രൂ കോപ്പി തിങ്കിന് നേരെയുള്ള ഈ നടപടികൾ വരുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് നേരെ നടക്കുന്ന ഒരു സംഭവം കേരളത്തിൽ എങ്കിലും ആദ്യമായിട്ടാണ് നടക്കുന്നത്. പക്ഷേ മീഡിയ ഫ്രറ്റേണിറ്റി ഇതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട്. ഈ ട്രൂ കോപ്പി തിങ്കിനെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ഇവരുടെ കടിഞ്ഞാൺ വന്നിരിക്കുന്നത് ഇത് നമ്മളിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട്. അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരിടത്തു നിന്നല്ല നമ്മൾ എഴുതുന്നത്. നമുക്ക് നേരെ ഒരു ഡെമോക്ലീസിന്റെ വാള് എപ്പോഴും തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭരണകൂടവും ഇവിടുത്തെ കുത്തക കമ്പനികളുമായിട്ടുള്ള ഈ ടൈപ്പ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ബദൽ മാധ്യമം എന്ന് പറയുമ്പോൾ പോലും ഈ ബദൽ മാധ്യമം നിയന്ത്രിക്കുന്നതിൻ്റെ അതോറിറ്റി കേന്ദ്ര സർക്കാർ ആകുമ്പോൾ ഈ ബദൽ മാധ്യമം എന്ന് പറയുന്ന സാധനത്തിന് എത്രമാത്രം ഭാവിയുണ്ട്, അത് എത്രമാത്രം ശാശ്വതമാണ്, എത്ര സാധ്യതയുണ്ട് എന്ന് പറയാമോ? പണ്ടൊക്കെ കേരളത്തിൽ പോലും ഈ വർഗീയത പച്ചയ്ക്ക് പറയാൻ നമുക്കൊരു ഉളുപ്പുള്ള കാര്യം, ഉളുപ്പ് എന്ന വാക്കത് ഉപയോഗിക്കട്ടെ, അങ്ങനെ ഉളുപ്പുള്ള കാലം ഉണ്ടായില്ല പണ്ട്. നമുക്കങ്ങനെ പറയാനൊരു നാണക്കേട് സ്വയം തോന്നിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി പച്ചയ്ക്ക് തന്നെ നമ്മളെ വർഗീയത പറഞ്ഞുകൊണ്ട് അപരനെ വിദ്വേഷം വമിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഭാഗമാണ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഹെയ്റ്റ് സ്പീച്ച്. ഇരുണ്ട കാലത്തും പാട്ടുകൾ ഉണ്ടാകുമോ? ഉണ്ടാകും. ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള പാട്ടുകൾ. ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ അത്ര ഒരു ഇരുണ്ട കാലത്തേക്ക് പോവുകയാണോ? അന്ന് പുസ്തകങ്ങളാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന രീതിയിലേക്ക് മാറുക. എന്ത് തോന്നുന്നു? ഈ മെറ്റ പോലുള്ള കമ്പനികളെ സാധാരണ ജനങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഭരണകൂടവും ഇത്തരത്തിലുള്ള കമ്പനികളും തമ്മിലുള്ള ടൈപ്പുകളൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതീഷ് കുമാർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ, അവർ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വർഗീയ വിഷം ഓരോ ദിവസം തോറും വെക്കുന്നുണ്ട് മുന്നിലേക്ക്, ഇവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ അതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ അബോധപൂർവ്വമെങ്കിലും അത് അനുകരിക്കാനുള്ള പ്രവണത മറ്റ് സംസ്ഥാന ഭരണാധികാരികളിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം കേരളത്തിൽ തന്നെ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തു. നമ്മുടെ KSU റിപ്പോർട്ട്, ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുത്ത സംസ്ഥാന സർക്കാരാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഈ ഏറ്റവും ഫാസിസത്തിൻ്റെ ആശയരംഗത്തെ സംഹാര താണ്ഡവവും ഇവിടെ ഏതൊരു അഖില നന്ദകുമാറിൻ്റെ കേസുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിൻ്റെ കൂടെ എന്തായിരുന്നു കോലാഹലം, എന്തായിരുന്നു ഡിസ്കഷൻസ്, അങ്ങനത്തെ ഒരു ചർച്ച ഇപ്പോൾ ട്രൂ കോപ്പി തിങ്കിനെതിരെ വന്നതിനെക്കുറിച്ചുണ്ടായോ? അപ്പോൾ എവിടെയാണ് പക്ഷപാതിത്വം? ഇക്കഴിഞ്ഞ ജനുവരി 31 കൃത്യമായിട്ട് പറഞ്ഞാൽ ഗാന്ധി വധത്തിൻ്റെ വാർഷിക ആചരണം നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ട്രൂ കോപ്പി തിങ്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെറ്റ വ്യക്തമായ കാരണം പറയാതെ ഡിസേബിൾ ചെയ്തു. 40K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന 4 വർഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അക്കൗണ്ടാണ് വ്യക്തമായ ഒരു കാരണവും പറയാതെ മെറ്റ ഡിസേബിൾ ചെയ്തത്. തൊട്ടു മുൻപുള്ള കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്ന ആർട്ടിക്കിൾസ് എല്ലാം കൃത്യമായി സംഘപരിവാർ വിരുദ്ധ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാപനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസുമായിരുന്നു. ഇതിനുശേഷം പുതിയൊരു അക്കൗണ്ട് തുടങ്ങുകയും വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമുക്കൊരു വാർണിംഗ് തന്നുകൊണ്ടിരിക്കുകയാണ് മെറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇത്തരം വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതിന് പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മെറ്റ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കുത്തക കമ്പനി ഭരണകൂടവുമായി ചേർന്ന് നിയന്ത്രിക്കുന്നത്, നമ്മൾ പോലും അറിയാതെ ഇൻവിസിബിളായി നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് എന്നത് ഒരു വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം CPM നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ A. പ്രദീപ് കുമാർ, കോഴിക്കോട് പ്രസ് ക്ലബ് സെക്രട്ടറി PS രാഗേഷ്, അഡ്വക്കേറ്റ് സുധാ ഹരിദ്വാർ എന്നിവരാണ് ഇന്നത്തെ എഡിറ്റേഴ്സ് അസംബ്ലിയിലുള്ളത്. ആദ്യം A. പ്രദീപ് കുമാറിനോടാണ് ചോദ്യം. ഇതൊരു സോഷ്യൽ മീഡിയ ഫാസിസം എന്ന് പറയാവുന്ന രീതിയിൽ, സോഷ്യൽ മീഡിയ ഫ്യൂഡലിസം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കടന്ന് ഫാസിസം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ
നമ്മൾ ഒരു സ്വതന്ത്ര ജനാധിപത്യ പ്ലാറ്റ്ഫോം ആയിരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് നമ്മളെല്ലാവരും ധരിച്ചിരുന്നത്. അത്തരം ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ തന്നെ, അതിനകത്തെ ലൂപ്പ് ഹോൾസിനെ തന്നെ, അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഒരു വൻകിട കോർപ്പറേറ്റ് കമ്പനി സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പുതിയ സംഭവമേ അല്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഈ അടുത്ത കാലത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നേരെ വളരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകുന്നു. നിയന്ത്രണം നമ്മളറിയാത്ത രീതിയിൽ നടത്തുന്നു. അവരിടപെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ മുഴുവനും നിയന്ത്രിക്കുന്നു. അതെല്ലാം കൃത്യമായൊരു പൊളിറ്റിക്കൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് എന്ന് പറയാൻ പറ്റും. കേരളത്തിലും ഇത് വരുന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മളെപ്പോലുള്ളൊരു മാധ്യമത്തിന് നേരെ നടന്നിട്ടുള്ള ഈ ഒരു നിയന്ത്രണം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു അസ്വാഭാവികതയൊന്നുമില്ല ഇതിനകത്ത് എനിക്ക്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ കേന്ദ്ര ഭരണകൂടത്തിനെതിരായി, അവരുടെ ഈ വർഗീയ നിലപാടുകൾക്കെതിരായി ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധം സാധാരണഗതിയിൽ ഉയർന്നു വരേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ്. എല്ലാവരുടെയും ആശയം മാധ്യമങ്ങളിലൂടെ, മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വരണം. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആദ്യം തന്നെ ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. പലതും അവർക്ക് പറ്റാവുന്ന, അവരുടെ ഇംഗിതത്തിന് വിധേയമായി പ്രവർത്തിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ കൊണ്ടത് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പലതിനെയും കടിഞ്ഞാണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സ്വഭാവം മാറിക്കഴിഞ്ഞു. ദേശീയ തലത്തിലൊക്കെയുള്ള കേരളത്തിനകത്ത് പോലും ഇപ്പോൾ ആ നിലയിൽ സ്വന്തം ഐഡൻറ്റിറ്റിയോടെ നിൽക്കുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടികളോട് കുറച്ചൊരു അഫിലിയേഷൻ കാണിക്കുന്ന ചില മീഡിയാസ് ഒഴിച്ച് വേറെ ആർക്കും സ്വതന്ത്ര അസ്തിത്വമില്ല. സോഷ്യൽ മീഡിയ ആയിരുന്നു നമ്മുടെ പ്രതീക്ഷ. അവിടെ സ്വതന്ത്രമായിട്ടുള്ള ആശയ വിനിമയം നടക്കുമെന്നൊക്കെയാണ് നമ്മളെല്ലാം ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. ഇതിൻ്റെ കടിഞ്ഞാണ് എവിടെയാണ്, അതിൻ്റെ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് പിടിക്കാൻ പറ്റുക എന്നുള്ളതൊന്നും അറിയാതെ നമുക്ക് ഓരോരുത്തർക്കും അക്കൗണ്ട് ആരംഭിക്കാൻ പറ്റും, നമ്മൾക്കിഷ്ടമുള്ളത് പറയാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പം പരിധി വിട്ടു പോകുന്നതിന് മാത്രമേ കടിഞ്ഞാണുണ്ടാവുള്ളൂ, നിയന്ത്രണം വേണ്ടു. പക്ഷേ അങ്ങനെയല്ലാന്നിപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമുക്കിപ്പോൾ നേരെ ഇപ്പോൾ ട്രൂ കോപ്പി തിങ്കിന് നേരെ ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പല രംഗത്തും, അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, സോഷ്യൽ മീഡിയ രംഗത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കുന്നിടത്തോളം മാത്രമാണ്. ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് അലോസരം ഉണ്ടാകുമ്പോൾ അവിടെ അവസാനിക്കും സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പുതിയൊരു കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. ഇപ്പം ഈ അറ്റാക്ക് വളരെ പെട്ടെന്ന് വരാൻ ഒരുപക്ഷെ കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ ഇത് വന്നോളണമെന്നില്ല. ഇപ്പോൾ ഉണ്ടായ ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായി വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങിനെ തുടർന്ന്, രാമക്ഷേത്രത്തിൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു സംഭവമായിട്ടല്ലല്ലോ നടന്നത്. ആരെങ്കിലും ക്ഷേത്രം സ്ഥാപിക്കുന്നതിനോ ഭക്തന്മാർക്ക് വേണ്ടി സൗകര്യമൊരുക്കുന്നതിനൊന്നും നമ്മളാരും എതിരൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ലല്ലോ. ഇതതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് നടന്നത്. പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് ചെങ്കോലുമായിട്ട് സന്യാസിമാർ വരികയും അതുപോലെ ക്ഷേത്ര ഉദ്ഘാടനത്തിന് പകരം പ്രധാനമന്ത്രി പോവുകയും ചെയ്യുന്ന രീതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടൊരു രീതി. അപ്പോൾ അതിനെയും വളരെ നിഷ്കളങ്കമായിട്ടൊക്കെ ആലോചിച്ചു പോകുന്ന ചില ആൾക്കാർ, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പോലും കാണുന്നുണ്ട്. ഇന്ന് അങ്ങനൊരു സോഷ്യൽ മീഡിയയിലൊന്ന് കണ്ടു. ഇവിടുത്തെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് വളരെ നിഷ്കളങ്കമായിട്ട് ഇതിൽ വരുന്നത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടു. വളരെ സഹതാപം തോന്നി. ഞാൻ പറഞ്ഞത്, അപ്പോൾ ആ സംഭവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു വിനാശകരമായിട്ടുള്ള ചില പ്രവണതകളുടെ പ്രസരണമുണ്ട്. അതാണിപ്പോൾ സംഭവിച്ചത്. ഇപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട് NIT ഉണ്ടായ സംഭവം എങ്ങനെയാണ്? അവിടെ ഇന്ത്യയുടെ ഭൂപടത്തെ വികൃതമായിട്ട് അവതരിപ്പിക്കുന്നു, ഒരു കാവ്യ ഇന്ത്യ. അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ സംഘപരിവാരത്തിൻ്റെ വളരെ അഗ്രസീവായിട്ട് ചില ഇടപെടൽ കണ്ടപ്പോൾ ചില കുട്ടികൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധം എങ്ങനെയാണ്? ഇത് കാവ്യഭാരതമല്ല മതേതര ഇന്ത്യയാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അവർ നടത്തിയത്. ഇത് കാവ്യഭാരതമല്ല മതേതര ഇന്ത്യയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. പിന്നെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ സസ്പെൻഷൻ ഫ്രീസ് ചെയ്തു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ എങ്കിലും അതിന് ഉള്ള ഒരു സംഭവം ഉണ്ടാകും. ഒരു കേന്ദ്രമന്ത്രി ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർ ഈ ഭാരത് മാതാ മീനാക്ഷി ലേഖിയുടെ മുദ്രാവാക്യത്തിന് ഏറ്റുവിളിക്കാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ തന്നെ നടക്കുകയാണ്. ഇതിന് ശേഷം വേറൊരു സംഭവം ഇവിടെ അല്ലെങ്കിൽ പോലും ഞാനിതിൽ കണ്ടതാണ്. മണിശങ്കർ അയ്യർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം കേട്ടില്ല. അത് ഡൽഹിയിൽ മണിശങ്കർ അയ്യർ ആരാണ്? കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു.
ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നയാളാണ്, വലിയ ഡിപ്ലോമാറ്റാണ്. അദ്ദേഹം ഇവിടെ ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൂടെ വന്നപ്പോൾ ഞങ്ങളൊക്കെ കണ്ട് അടുത്തിടപഴകിയതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിൽ നിന്ന് അദ്ദേഹത്തെയും മകളെയും പിന്നെ ഇറക്കി വിടുകയാണ്. ഇറങ്ങി പൊയ്ക്കൊള്ളാൻ റെസിഡൻഷ്യൽ അസോസിയേഷൻ പറയാൻ അതെ റെസിഡൻഷ്യൽ അസോസിയേഷൻ പറയുന്നു. അപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ പിന്നെ അത് പറയുന്ന സമയത്ത് അതിനെതിരെ എത്രമാത്രം രാജ്യത്ത് പ്രതികരണം ഉയർന്നതെന്ന് എനിക്കറിയില്ല. എന്ത് ഭീകരമാണ് ആ സംഭവം. അപ്പോൾ എന്താണ് എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് പ്രവണതകളുടെ ബാധയേറ്റ കുറേ മനസ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബാധയേറ്റവരെല്ലാം വെളിച്ചപ്പാടുകളായി മാറുകയാണ്. ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്നത് ബാധയേറ്റിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ബാധയുണ്ട് മനസ്സിൽ, അവരെല്ലാം വെളിച്ചപ്പാടാവുകയാണ്. ഇങ്ങനെയുള്ളൊരു സംഭവമാണ് നടന്നത്. അപ്പോൾ അത് സർവാധികാര കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾക്കിടയിൽ പോലും ഇങ്ങനെയുള്ള പ്രവണതകളില്ല. ഇത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു സംഭവമാണ്. ഇനി വെച്ചുപുറപ്പ് ഇത്രയും കാലം നിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ചില വലിയ പ്രതിരോധങ്ങളുണ്ടാവും, പക്ഷേ ഇനി അതങ്ങനെ ഉണ്ടാക്കാനാവില്ല എന്നൊരു ഹുങ്കിൽ നിന്നുകൂടിയാണ് സത്യത്തിൽ ട്രൂ കോപ്പി തിങ്കിന് നേരെയുള്ള ഈ നടപടികൾ വരുന്നത്. അത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദത്തിലാണല്ലോ സംഭവിക്കുന്നത്, അത് കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിലും. അഡ്വക്കേറ്റ് സുധാ ഹരിദാർ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളെങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്? അതായത് നമ്മളൊക്കെ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു സോഷ്യൽ മീഡിയനെ നോക്കിക്കണ്ടിരുന്നത്. ആശാവഹമായിട്ടും സന്തോഷത്തോടെയും വളരെയധികം പ്രതീക്ഷയോടുകൂടി നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ട്രൂ കോപ്പി തിങ്കിനെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ഇവരുടെ കടിഞ്ഞാൺ വന്നിരിക്കുന്നത്. ഇത് നമ്മളിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതുന്ന ഈ സ്ഥാനം അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരിടത്തു നിന്നല്ല നമ്മൾ എഴുതുന്നത്. നമുക്ക് നേരെ ഒരു ഡെമോക്ലീസിൻ്റെ വാള് എപ്പോഴും തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭരണകൂടവും ഇവിടുത്തെ കുത്തകകളുമായിട്ടുള്ള ടൈപ്പിലാണ്. ഈ ടൈപ്പ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഭരണകൂടം ഇടപെടില്ല, മറ്റേ പോലുള്ള കമ്പനികളെ, വൻകിട കമ്പനികളെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും സജീവമായി ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം അങ്ങനെ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ, ആ പ്രതിരോധം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സമീപ ഭാവിയിൽ ഇവിടെയുള്ള ഭരണകൂടത്തിന് അനുസരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം എഴുതിയിട്ട് നമ്മൾ ജീവിച്ചു പോകേണ്ട ഒരവസ്ഥ വന്നുപോകും. ഈ അവസ്ഥ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിനാശത്തിലേക്കാണ് പോവുക. നമ്മളെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്യും. അത് നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ബാധിക്കുന്നതാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിലേക്കും അതുമൂലം ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ എല്ലാവിധ പ്രതാപത്തിലേക്കുമുള്ള കാലെടുത്ത് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെ ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിയന്ത്രണങ്ങളെ നമ്മൾ ഇപ്പോൾ തന്നെ സജീവമായിട്ട് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലമാണെന്നും അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി നിൽക്കുന്ന ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇന്ത്യയിലെ സിറ്റിസൺ എന്നുള്ള നിലയ്ക്കും ഏറ്റവും അത്യാവശ്യമാണ് ഈ പ്രതിരോധം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാകേഷ്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന നിയന്ത്രണങ്ങൾ നമുക്കറിയാം. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതരത്തിൽ ഈ അതിൻ്റെ എഡിറ്റോറിയലിലും അല്ലാതെയുമൊക്കെ നമ്മൾ കാണാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മീഡിയ വണ്ണിന് നേരെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അതിൻ്റെ ഒരു നിയന്ത്രണം, സെൻസർഷിപ്പ് കൊണ്ടുവന്നിരുന്നു. കുറേ കാലം പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് നേരെ നടക്കുന്ന ഒരു സംഭവം കേരളത്തിൽ എങ്കിലും ആദ്യമായിട്ടാണ് നടക്കുന്നത്. പക്ഷേ അതിനെതിരെ വളരെ ഒരു മീഡിയ ഫ്രറ്റേണിറ്റിയിൽ നിന്ന് മറ്റ് സംഭവങ്ങൾ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു പ്രതിഷേധമോ പ്രതിരോധമോ ആ രീതിയിൽ ഉയർന്നു വന്നില്ല എന്നും നമുക്ക് തോന്നുന്നുണ്ട്. സംഭവം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു അക്കൗണ്ട് പൂട്ടിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും ഇതിന് വലിയ പൊളിറ്റിക്കൽ മാനങ്ങളുള്ള ഒരു ഇൻസിഡൻറ്റും കൂടിയാണ്. പക്ഷേ ഒരു മീഡിയ ഫ്രറ്റേണിറ്റി ഇതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? ഉന്നയിച്ച പോയിന്റ് വളരെ വാലിഡായ ഒരു പോയിന്റാണ്. സത്യം പറഞ്ഞാൽ ഇത് അൽഗരിതങ്ങളുടെ കളിയാണ്. ഈ നടക്കുന്നൊക്കെ അൽഗരിതങ്ങളുടെ കളിയാണ്. അപ്പം 2024 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഇലക്ഷൻ ഇയറാണ്. അപ്പോൾ അമേരിക്ക അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2024. അപ്പോൾ ഇതൊന്ന് വലിയ കച്ചവട സാധ്യത മെറ്റയ്ക്ക് മുന്നിലുണ്ട്. അവർക്കറിയാം അതിൽ വലിയ മാനിപ്പുലേഷനൊക്കെ സാധ്യതകൾ ഒരുപാട് അവർ കാണുന്നുണ്ടാകാം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ട്രൂ കോപ്പി തിങ്ക് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് പൂട്ടിച്ചെന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക് ആർക്കുമില്ല. നമുക്കറിയാം ഇപ്പോൾ 40,000
ഫോളോവേഴ്സാണ് ഈ ട്രൂ കോപ്പിക്കുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു നമ്പറൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും കേരളത്തിലെ ചെറുപ്പക്കാരും ചിന്തിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് ആ പേജ് ഫോളോ ചെയ്യുന്നതിന് അൽഗരിതം കൃത്യമായി ധാരണ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇത് പൂട്ടിക്കുന്നതോടെ വലിയൊരു മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ മുഖ്യധാര മാധ്യമം പോലെ ഞാൻ 25 വർഷമായി പത്രങ്ങൾ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മളെ മനസ്സിലൊക്കെ ഒരു സ്വയം ഒരു സെൻസർഷിപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമ ഉടമ പറയേണ്ടതില്ല ഏതൊക്കെ വാർത്തകൾ കൊടുക്കണം, ഏതൊക്കെ വാർത്തകൾ കൊടുക്കേണ്ടതില്ല, ഏതൊക്കെ വാർത്തകൾ പ്രശ്നമുണ്ടാകും എന്നൊക്കെ നമ്മളുള്ളിൽ സ്വയം ഒരു സെൻസർഷിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മളെല്ലാ മാധ്യമ പ്രവർത്തകരും ഓരോ വാർത്ത എഴുതുന്നതിന് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മൾ എത്രത്തോളം വലിയ ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം ഈ വാർത്ത വന്നാൽ നാളെ ഉണ്ടാകുന്ന വിഷമങ്ങളെ പറ്റിയും അതൊക്കെ ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ സ്വയം പേടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പത്രപ്രവർത്തകർ ചെയ്യുന്നതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ട്രൂ കോപ്പി തിങ്ക് അത്തരം ബാധ്യതകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അത്തരം പരിമിതികളും ബാധ്യതകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു ട്രൂ കോപ്പി തിങ്ക് എന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പൂട്ടിക്കാൻ വേണ്ടി ആരോ എന്നല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ അത് കേരളത്തിലെ മാധ്യമ സമൂഹവും മാധ്യമ സംഘടനകളും ഒക്കെ ഒറ്റക്കെട്ട് എതിർക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു നീക്കം ഞങ്ങളുടെ സംഘടനാ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി വരുന്ന ആഴ്ചക്ക് മീഡിയ നമ്മളെ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കി വരുമെന്നും ഇത് ചർച്ച ചെയ്യേണ്ടത് പ്രാഥമികമായി ചെയ്യേണ്ട മാധ്യമ സംഘടനകൾ തന്നെയാണ്. മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളാണ് ചർച്ച ചെയ്യേണ്ടതും ഇക്കാര്യം പൊതുജനങ്ങൾ മുമ്പിൽ എത്തിക്കേണ്ടതും. പക്ഷേ അത്തരം കാര്യത്തിലൊരു കൃത്യമായ സ്റ്റാൻഡ് എടുക്കാൻ ഞങ്ങൾ ഇവിടെ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ ആത്മവിമർശനപരമായി പറയട്ടെ. ഇനി വരും ദിവസങ്ങളിൽ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാജ്യം ഇപ്പോൾ 92 നിന്ന് 24 എത്തുമ്പോൾ മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഏറ്റവും പിറകിലായി നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, അതായത് ഇന്ത്യ ടുഡേയും മനോരമയൊക്കെ ബാബരി മസ്ജിദും അല്ലെങ്കിൽ ഗുജറാത്ത് കലാപമൊക്കെ നടക്കുന്ന കാലത്ത് എങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്തത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ്. അതായത് സംഘപരിവാറിൻ്റെ ഭരണകൂടത്തിന് വേണ്ടി അവരുടെ നടത്തിപ്പുകാരായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം മാധ്യമങ്ങളെയും മുഖ്യധാര മാധ്യമങ്ങളെയും അവർ വിലക്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹിന്ദി ബെൽറ്റിലൊക്കെ യൂട്യൂബേഴ്സും ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സും വളരെ സംഘപരിവാറിൻ്റെ ഭരണകൂട വിമർശനം വളരെ വ്യാപകമായി നടത്തുന്നുണ്ട്. അവർക്ക് വളരെ വിപുലമായ പിന്തുണയും കിട്ടുന്നുണ്ട്. നല്ല ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സിന് മില്യൺ കണക്കിന് വ്യൂസും ഉണ്ട്. അപ്പോൾ ഈ ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ പോലും ഈ യൂട്യൂബേഴ്സിനെയൊക്കെ ഉള്ളൊരു താക്കീതായിട്ട് വിലയിരുത്തിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് ബദലായിട്ട് ഉയർന്നു വരുന്ന യൂട്യൂബേഴ്സിനെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന സമയത്ത് ഈ ബദൽ മാധ്യമം എന്ന് പറയുമ്പോൾ പോലും ഈ ബദൽ മാധ്യമം നിയന്ത്രിക്കുന്നതിൻ്റെ അതോറിറ്റി കേന്ദ്ര സർക്കാരാകുമ്പോൾ ഈ ബദൽ മാധ്യമം എന്ന് പറയുന്ന സാധനത്തിന് എത്രമാത്രം ഭാവിയുണ്ട്, അതെത്രമാത്രം ശാശ്വതമാണ്, എത്ര സാധ്യതയുണ്ട് എന്ന് പറയാമോ? നേരത്തെ ഇന്ത്യ ടുഡേയും അതുപോലെ ദേശീയ തലത്തിലുള്ള മറ്റൊരു മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം മാത്രമല്ല അവരെ കൈപ്പിടിയിലായത്. നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സ്ഥിതി എന്താണ്? പത്രങ്ങളുടെ എല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വലിയ ചരിത്രമുള്ള പത്രം പോലും ഇപ്പം പൂർണ്ണമായിട്ടും ഇവരുടെ കാര്യങ്ങൾ, അത് ബാബരി മസ്ജിദ് തകർന്ന സമയത്തുള്ള വാർത്തയും ഇപ്പോഴുണ്ടായതും നോക്കിയാൽ മതി. സമർപ്പണം എന്നാണ് എഴുതിയത് നാടിൻ്റെ ഇത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അത് അവർ ആ നിലയിലേക്ക് എല്ലാ പത്രങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തത് കൃത്യമായ പൊളിറ്റിക്കലായ ചില പൊസിഷൻ എടുക്കുന്ന പത്രങ്ങൾ മാത്രമാണ്. ഇപ്പോൾ അതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ രംഗത്തുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങൾ, നമ്മുടെ ട്രൂ കോപ്പി തിങ്ക് മാതിരിയുള്ള മാധ്യമങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതും നേരത്തെ തന്നെ ആരംഭിച്ചു അതിനെതിരെയുള്ള ആക്രമണങ്ങൾ. ഇപ്പോൾ നമ്മുടെ ന്യൂസ് ക്ലിക്കിനെതിരെ നടന്ന ആക്രമണമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ അടുത്ത് വിവാദമായത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള അലിഗേഷൻസാണ് കൊണ്ടുവരുന്നത്. നിങ്ങളെ രാജ്യദ്രോഹിയാക്കും, നിങ്ങളെ വിദേശചാരനാക്കും, പല നിലയിലാക്കി തീർക്കാൻ പറ്റും വാർത്ത കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരളവ് വരെയെങ്കിലും നടക്കുന്നത് ഈ പറഞ്ഞ പോലെയുള്ള സോഷ്യൽ മീഡിയ രംഗത്താണ്, അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാധ്യമ രംഗത്താണ് എന്നതുകൊണ്ടാണ് ആദ്യം അതിനെ സ്പർശിച്ചില്ലെങ്കിലും ഇപ്പോൾ മെല്ലെ അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതാണ് ആദ്യം ന്യൂസ് ക്ലിക്കിൻ്റെ കാര്യത്തിൽ നടന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സ്ഥലങ്ങളും വരും. ഇപ്പോൾ എന്താണ് ട്രൂ കോപ്പി തിങ്കിന് ഈ ആക്രമണം ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിശ്വാസ്യതയാണ്. കാരണം നമ്മളെപ്പോഴും ഒരു ഇൻ്റലക്ച്വലായ ധൈഷണികമായിട്ടുള്ളൊരു ഔന്നത്യം പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ട്രൂ കോപ്പി തിങ്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ എന്തെങ്കിലും ഓൺലൈൻ മാധ്യമത്തിൽ പല നിലവാരത്തിലുള്ളവരുണ്ട്, നിലവാരം കുറഞ്ഞവയുണ്ട്.
അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. വസ്തുതകളുടെ പിൻബലത്തിലും റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നെ ഈ വസ്തുതാപരമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന, ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയാം, പിന്നെ വസ്തുതാപരമായിട്ട് നിഷേധിക്കാൻ കഴിയില്ല. ഇത് കള്ളത്തരമാണ് എഴുതിയത്, നിങ്ങൾ കെട്ടുകഥ ഉണ്ടാക്കിയാണ്, വലിയ ഒരുതരം വൈകാരികത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണെന്ന് പറയാൻ ഫാക്റ്റുകളാണ്. അപ്പോൾ കൃത്യമായ പൊസിഷനിൽ നിന്നുകൊണ്ടാണ്, അത് വളരെ വിശാലമായിട്ടുള്ളൊരു സെക്യുലർ ആയിട്ടുള്ളൊരു പൊസിഷനാണ് നിൽക്കുന്നതും. ഏതെങ്കിലും പ്രത്യേക, എല്ലാവരും വിമർശിക്കപ്പെടുന്നുണ്ട്. ട്രൂ കോപ്പി തിങ്കിൻ്റെ വിമർശനം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ താരക്കല്ല, എല്ലാ ആളുകൾക്കും നേരെയും വിമർശനം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടുണ്ടായ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത പിന്നെ മറ്റു തരത്തിൽ തകർക്കാനാവില്ല, പിന്നെ നിരോധിച്ചുകൊണ്ടേ പറ്റുള്ളൂ എന്നുള്ള നിലയിൻ്റെ തുടക്കമാണിത്. ഇൻസ്റ്റാഗ്രാം ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളിലേക്ക് വരാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ പ്രൊവോക്ക് ചെയ്തൊരു പ്രധാന ഘടകം എന്ന് നമ്മളിപ്പം അസസ് ചെയ്തിരിക്കുന്നത് ഗാന്ധിജിയെ സംബന്ധിച്ചും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ ഉള്ള ഭരണാധികാരികളെ അസ്വസ്ഥമാക്കുന്ന ചരിത്രമാണല്ലോ അത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്താണെന്നുള്ളത്, എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ബോധപൂർവം നേരത്തെ കുറച്ച് മുമ്പ് തന്നെ ആരംഭിച്ചത് നെഹ്റുവിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നെഹ്റുവിൻ്റെ ഒരു പങ്കിനെ കരുത്തി കാണിക്കുക, നെഹ്റുവിനെ തേജോവധം ചെയ്യുക, നെഹ്റുവിൻ്റെ സ്വീകാര്യതയോ വിശ്വാസ്യതയോ ഇല്ലാതാക്കാനുള്ള സംഘടിത ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗാന്ധിജിക്ക് ചെറിയ എക്സംഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഗാന്ധിജിയുടെ രൂപം വെച്ചിട്ട് വെടിവെച്ച് ശരിയാക്കുന്ന, അതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ, സംഘപരിവാര നേതാക്കന്മാരാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ ഗാന്ധിജിക്ക് നേരെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ NITയിലുള്ള ആ പ്രൊഫസറുടെ പ്രസ്താവന വന്നത്. സാധാരണഗതിയിൽ ഒരു നിമിഷം രാഷ്ട്രപിതാവാണ് ഇപ്പോഴും ഗാന്ധിജി. രാഷ്ട്രപിതാവിനെതിരെ പിന്നെ ഇത്രയും പ്രകോപനപരമായ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിന് വധശിക്ഷയ്ക്ക് വിധേയമായ ഗോഡ്സെ ആണ് മഹാൻ എന്ന് പറഞ്ഞിട്ട് ഗോഡ്സേക്ക് താങ്ക്സ് പറയണം, എന്താ ഇന്ത്യയെ രക്ഷിച്ചതിന്, ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ. എന്താ അപ്പോൾ അതിൻ്റെ സൂചന? അങ്ങനെ ഒരു നിമിഷം അവിടെ ജോലിയിൽ തുടരാൻ പറ്റുമോ? അവരതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഉണ്ടായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം ഉണ്ടാവും എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക, അവർ സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ ഗാന്ധിജിയുടെ, നെഹ്റുവിനെ, ഇവരുടെയൊക്കെ ആ ഒരു ബിംബങ്ങളെ തകർക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ്. ഈ ഫാസിസത്തിനെതിരായി ഇന്ത്യയിലൊരു വലിയ പ്രതിരോധം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അത് ഏത് രംഗത്തോടെയാണ്. അതിൽ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ഓർമ്മകളിൽ നിന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഊർജ്ജം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഊർജ്ജ പ്രവാഹം വരാൻ പോകുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതീകങ്ങളാണ് ഗാന്ധിജിയും നെഹ്റുവും, ഒരു സംശയമില്ല അതിനകത്ത്. അത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസത്തിനെതിരായുള്ള പോരാട്ടത്തിൻ്റെ നാളെയും അതിൻ്റെ ഊർജ്ജസ്രോതസ്സായി വരേണ്ടുന്ന രണ്ട് വ്യക്തികളാണെന്ന് വെച്ചാൽ ഗാന്ധിജി, നെഹ്റുവൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അതിനെ തകർക്കുന്നത്, അതിൻ്റെ വിശ്വാസത തകർക്കുന്നത്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ ചരിത്രമോ സംഭാവനകളോ അറിയാത്ത പുതിയ തലമുറയിലേക്ക് ഇത് വളരെ വേഗത്തിൽ എത്തിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഭാഗം കൂടിയാണ്. നിങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കശാപ്പ് ചെയ്യും എന്നുള്ള സൂചന ഇപ്പോൾ നമുക്ക് തന്നു. ഇനിയിപ്പോൾ നാളെ ആരും പറയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പം മീഡിയാസിൽ എങ്ങനെ വാർത്തകൾ എഴുതണം എന്നുള്ളത് സംബന്ധിച്ച് പ്രത്യേകിച്ച് മാനേജ്മെൻ്റ് ഒന്നും പറയണ്ട, നമ്മൾ പരിശീലിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള മാനേജ്മെൻറ്റിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് പറയുന്നുണ്ടാവും. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഫാസിസത്തിനെതിരെ പ്രതിരോധം ഉയർത്തുന്ന ആശയങ്ങളോ പ്രസ്ഥാനങ്ങളോ അതിനൊക്കെതിരെ ഒരു കാരുണ്യമില്ലാതെ, വസ്തുതകളുടെ പിൻബലമില്ലാതെ കളവായിട്ടുള്ള ആരോപണങ്ങളും മറ്റും ഇതേ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെ ഈ പ്രശ്നങ്ങളില്ല. അവിടെ പിന്നെ ഈ പറഞ്ഞ അതിൻ്റെ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല. ഇത് ഒരു ഭാഗത്ത് മാത്രമേ ചിന്തയുള്ളൂ. അല്ലാതെ പത്രപ്രവർത്തകരാകെ വളരെ എഡ്യൂക്കേറ്റഡാണ്, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ അതിൻ്റെ ഒരു സംയമനത്തോടെ വാർത്തകൾ തയ്യാറാക്കാനുള്ള പരിശീലനം ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് അത്രയേ പറയാൻ പാടുള്ളൂ എന്നല്ല. ചിലതിനെതിരെ ഭീകരമായിട്ട് പറയുന്നില്ലേ, വസ്തുതകളില്ലാത്ത. അപ്പോൾ അതുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈയൊരു ഇന്ത്യയിൽ ഇന്ന് രാഷ്ട്രീയാധികാരത്തിലിരിക്കുന്ന സംഘപരിവാര ആശയം എതിരെയുള്ള ഒരു പ്രവണതയും വെച്ച് കുറിപ്പിക്കില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷകൾ എന്താ വെച്ചാൽ ഇതിന് മറ്റൊന്നുമല്ല, ജനങ്ങളിൽ തന്നെയാണ് പ്രതീക്ഷ. ഇങ്ങനെയുള്ള പിന്നെ ആക്രമണങ്ങളും കടിഞ്ഞാണ്ടലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കുതറി മാറാനുള്ള പിന്നെ പ്രവണതകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ആത്യന്തികമായി മനുഷ്യൻ ഭക്ഷണം കഴിച്ച് പിന്നെ അന്നത്തെ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൃഗങ്ങളൊക്കെ പോലെയുള്ളൊരു ധർമ്മം മാത്രം നിർവഹിച്ച് പോകുന്നൊരു എൻറ്റിറ്റി അല്ലല്ലോ. അതിന് ചിന്തയും പിന്നെ സ്വാതന്ത്ര്യബോധമൊക്കെ ഉണ്ടല്ലോ മനുഷ്യർക്ക്.
അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ആ ബോധത്തെ നമുക്ക് അധികാരം കൊണ്ട് ഒരുപാട് കാലം അടിച്ച് ഓർത്ത് വെക്കാൻ പറ്റില്ല. ഇപ്പോഴതൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനെ വകഞ്ഞു മാറ്റാനും കൊതറി മാറാനുമുള്ള പിന്നെ ശക്തി എന്തായാലും ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വരും. അവിടെ തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ഈ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളെ കടിഞ്ഞാണിടുമ്പോഴും അതിനുള്ള പ്രതിരോധം ആ മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ ഉയർന്നു വരും, ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരും. ഇപ്പോൾ അതിനിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അതിനുള്ളൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തെ ഏറ്റവും ശരിയായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഇത്തരം മാധ്യമ സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെയുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഇത്തരം അടിച്ചമർത്തലുണ്ടല്ലോ, വിശേഷിച്ച കേരളത്തിൽ പോലും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്, വിശേഷിച്ച ഇടതുപക്ഷത്തിന് എത്രമാത്രം റോളുണ്ട് എന്നുള്ളത്. അല്ല, ഇടതുപക്ഷത്തിന് തന്നെയാണല്ലോ അത് ഇത്തരം കാര്യങ്ങളിൽ ഒരു അവ്യക്തതയിലാണ്. എന്നാൽ ആശയ വ്യക്തതയുടെ നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷം തന്നെയാണ്. അത് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിൻ്റെ അനുഭവത്തിലാണെങ്കിലും ഒക്കെ ഇടതുപക്ഷം തന്നെയാണ് അതിനകത്ത് വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയവൽക്കരണ ശ്രമത്തിനെതിരെ നല്ല കൃത്യതയോടെ നിലപാടെടുത്തത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അതിനകത്തൊരു ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷമൊക്കെയായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇതേ പിന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകളെ എല്ലാം ദുർബലപ്പെടുത്തുന്നതിനുള്ള ശ്രമവും ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ ബോധപൂർവം അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തെ വിമർശിക്കണം, അതിനെ കൂടുതൽ കരുത്തുള്ളതാക്കാൻ. പക്ഷെ ഒരു വസ്തുതയുമില്ലാത്ത കാര്യങ്ങൾ പിന്നെ പ്രചരിപ്പിക്കുന്നില്ലേ. വളരെ ഭീകരമായിട്ടുള്ള ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ കോഴിക്കോട് പോലും മതനിരപേക്ഷതയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു സമുജ്വല പാരമ്പര്യമുള്ള അതിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും അപകടകരമായ ചില രീതികൾ. ഇപ്പം ഒരു പുതിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടു വന്നതാണ്. അതായത് ഈ മലബാറിൻ്റെയൊക്കെ കോഴിക്കോടിൻ്റെയൊക്കെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ. അതിൽ ചില ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകാരും എല്ലാം അതിനകത്തുണ്ട്. നല്ല കാര്യം. ആരും ബിസിനസ്സുകാർ ആരായാലും പിന്നെ ഇതിനു വേണ്ടി ചിന്തിച്ചാൽ മതേതരത്വം, സമാധാനം, മാനവികത ഒക്കെ വേണ്ടി ആരാലോചിച്ചാലും നല്ല കാര്യമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ പോസിറ്റീവായിട്ട്. പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സംഘപരിവാരത്തിൻ്റെ ആശയത്തിൻ്റെ വക്താവാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കോഴിക്കോടിൻ്റെ ഒരു അനുഭവത്തിൽ ഇവിടുത്തെ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ മതേതരത്വം ഒക്കെ അല്ലെങ്കിൽ അവിടുത്തെ ജനാധിപത്യം, ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കൃതി എന്നൊക്കെ പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനകാലം മുതൽ വികസിപ്പിച്ചു വന്നതാണ്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, പിന്നീട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾ എല്ലാമാണ്. അപ്പോൾ നമ്മൾ സിറ്റി ഓഫ് ലിറ്ററേച്ചർ സ്റ്റാറ്റസ് കിട്ടിയപ്പോൾ ഒക്കെ പറഞ്ഞു ഇവിടെ സാഹിത്യവും രാഷ്ട്രീയവും തമ്മിൽ ഇടപിരിക്കാനാകാത്ത വിധത്തിൽ ഇടകലർന്നിട്ടുള്ളതാണ് എന്ന് വിശേഷണം ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ അതിന് എപ്പോഴും ഭീഷണിയായി വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് മാറാട് ഉണ്ടായ കലാപം, ഏറ്റവും വലിയ വർഗീയ കലാപം. ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ 9 പേരെയാണല്ലോ തിരിച്ചു 2 ഭാഗമായിട്ട് കൊന്നുകളഞ്ഞത്. ഒരു 9 പേരും പിന്നെ 5 പേരും. അപ്പോൾ അത് ഉണ്ടായപ്പോൾ സാധാരണഗതിയിൽ അത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും നഗരത്തിൻ്റെ പരിസരത്താണ് നടന്നതെങ്കിൽ ഇതുപോലെ ആ നഗരം കത്തും. പക്ഷേ കോഴിക്കോട് കത്തിയിട്ടില്ല. ആ 2 വാർഡിൻ്റെ 4 അതിരിനുള്ളിൽ ആ പ്രവണതയെ അവിടെ ഒതുക്കി നിർത്താൻ പറ്റി. അത് വെച്ചാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത്രയും ശക്തമാണ് ഈ സെക്യുലറിസം എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതിന് പോറലേൽപ്പിക്കാൻ ശ്രമിച്ചത് ഈ സംഘപരിവാര ആശയങ്ങളും അതുപോലെ മറുപക്ഷത്തുള്ള ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദ പ്രവണതകളും തന്നെയാണ് ഇവിടെ പുറകേൽപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ എന്ത് സമാധാനമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ആ ആശയത്തെക്കുറിച്ച് പറയാതെ എന്താണ് സമാധാനം, എന്താണ് അതിൻ്റെ യുക്തി പ്രസക്തി എന്ന് എനിക്ക് പിന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ മാത്രമല്ല അത് അങ്ങനെയുള്ള കുറച്ചാളുകൾ വിശ്വാസത്തെ കച്ചവടത്തിന് പോലും ഉപയോഗിക്കുന്ന രീതികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ലല്ലോ അതൊരു വലിയ സാമൂഹ്യമായിട്ട് എല്ലാവരും ചേരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വരേണ്ടതല്ലേ. ഇവിടുത്തെ എന്തെല്ലാം പറഞ്ഞാൽ എന്ത് ദൗർബല്യമുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയല്ലേ ഏറ്റവും പ്രമുഖമായ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ബഹുജന യുവജന പ്രസ്ഥാനങ്ങളൊക്കെയാണ്. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ധാര മാത്രമല്ല പറയണത്. അവരല്ലേ ഇവിടുത്തെ മതേതരമായിട്ടുള്ള ആ അന്തരീക്ഷത്തെ നിലനിർത്തുന്നത്. അതിനെല്ലാം മാറ്റിയിട്ടൊരു പുതിയ പ്ലാറ്റ്ഫോം, അത് ഈ ഭയത്തിൽ നിന്ന് വരുന്നതാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ അതിൻ്റെ പ്രവണതകളെയെല്ലാം വിശകലനം ചെയ്താൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിന് ശേഷം ഉണ്ടാകും. ഈ സമീപകാലത്തെ ഞാനീ പറഞ്ഞ ഇപ്പോൾ ഈ അന്തരീക്ഷം ഉണ്ടല്ലോ ഇന്ത്യയിലെ, അതിനെ തുടർന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതം നമ്മൾ പോലും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെല്ലാം ഇടപെടുന്ന ഓരോ സ്ഥലത്ത് എന്താണ് സംഭവിക്കുക, അത്ര സൂക്ഷ്മതലത്തിൽ ഈ ഒരു സംഭവത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനെതിരെയുള്ള
അതിശക്തമായിട്ടുള്ള പ്രതികരണം വരണം. തീർച്ചയായിട്ടും അതിൽ ഇടതുപക്ഷം തന്നെ, ഇടതുപക്ഷം ഇന്ത്യയിലാകെ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രബല രാഷ്ട്രീയ ശക്തി, അല്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിൻ്റെ ഒരു ധൈഷണിക തലത്തിൽ ഇടപെടാനുള്ള പ്രാപ്തിയും വ്യക്തതയും ഇടതുപക്ഷ നേതൃത്വത്തിന് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് പ്രസക്തിയുണ്ട്, അതിന് സാധ്യത വളരെ കൂടുതലാണ്. ആ അഭിപ്രായങ്ങൾ കുറേയെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഒരു മതേതര ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം പറഞ്ഞല്ലോ, ഈ സംഘപരിവാർ വിരുദ്ധമായി നിൽക്കുന്ന ഒരു പക്ഷം കേരളത്തിൽ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതീഷ് കുമാർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ, അവർ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വർഗീയ വിഷയം ഓരോ ദിവസം തോറും വെക്കുന്നുണ്ട് മുന്നിലേക്ക്, ഇവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ അതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇത്തരക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതൊരു ചോദ്യമല്ലേ ശരിക്കും? അല്ല, എനിക്ക് ഈ പറഞ്ഞ കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് നിങ്ങളീ പറഞ്ഞ സോഷ്യൽ മീഡിയ രംഗത്ത് വർഗീയതയും തീവ്രവാദമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിലവിലുള്ള നിയമം അനുസരിച്ചുള്ള നടപടികൾ, പരാതികൾ ഉണ്ടാകുന്ന സമയത്ത് അധികാരികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ആ സ്വീകരിക്കുന്ന സമയത്ത് പോലും അത് ഇതേപോലെ ആരുടെയെങ്കിലും അഭിപ്രായങ്ങളെ, സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തലത്തിലേക്കൊന്നും പോകാതിരിക്കുകയും വേണം. പക്ഷേ നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഇത്തരം തീവ്രവാദമോ വർഗീയതയോ പരിധി വിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ സംസ്ഥാന സർക്കാരിനെ ഏതളവിൽ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പോലീസിൻ്റെ സൈബർ വിങ്ങിന് ചില കേസെടുക്കാൻ പറ്റുന്നതൊക്കെയാണ്. അതിന് തന്നെ എത്രത്തോളം നിലവിലുള്ള നിയമം അനുവദിക്കുന്നുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളല്ല. എനിക്ക് ഈ പ്രത്യേക പ്രശ്നം അറിയാത്തത് കൊണ്ട് പിന്നെ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഓൺലൈൻ മാധ്യമ രംഗത്താണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ പറഞ്ഞ സംഘപരിവാര ആശയത്തെ അതിശക്തമായി വിട്ടുവീഴ്ചയില്ലാതെ, നാളെ വോട്ടിൻ്റെ എണ്ണം കിട്ടാൻ ഇടയുണ്ടോയെന്നൊന്നും നോക്കിയിട്ടല്ല ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതിശക്തമായ നിലപാട് ഇടതുപക്ഷം തന്നെയാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ അടുത്ത് എത്താവുന്ന നിലയിൽ ഇപ്പോൾ ആരും സ്വീകരിക്കുന്നില്ല. മറ്റെല്ലാ സ്ഥലത്തും എത്രമാത്രം ദുർബലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരുന്നൊരു സമയത്തായതുകൊണ്ട് ഒരു പരിധിയിലധികം മതേതര ചേരിയിൽ നിൽക്കുന്ന ദേശീയ രാഷ്ട്രീയ കക്ഷികൾ തന്നെ കാണിക്കുന്ന ദൗർബല്യത്തോടുകൂടെ തന്നെ പിന്നെ എന്താ പറയുക, ഇതിനെ പ്രതിരോധം എങ്ങനെ ശക്തിപ്പെടുത്താമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആ ദൗർബല്യത്തെ ഇപ്പോൾ എടുത്തുയർത്തി പറയേണ്ട സന്ദർഭമല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് അത് പറയാത്തത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്ന സമയത്ത് ആദ്യമായി ചെയ്ത പണി അദ്ദേഹം പുസ്തകങ്ങളൊക്കെ ചുട്ടരിച്ച് കളയുകയാണെന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തെ ജർമ്മൻ കവി ബെർത്തോൾഡ് ബ്രഷ്റ്റിനെ പോലുള്ളവർ അതിനെതിരെ പ്രതികരിച്ച് കവിതകൾ എഴുതുന്നുണ്ട്. അന്ന് അദ്ദേഹം എഴുതുന്നത്, ഇരുണ്ട കാലത്തും പാട്ടുകൾ ഉണ്ടാകും, ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള പാട്ടുകൾ എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞതുപോലും ജർമ്മനിയിൽ നിന്ന് നാട് വിട്ടുപോയി അമേരിക്കയിൽ ചെന്നിട്ടാണ് അദ്ദേഹം അത് എഴുതുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ അത്ര ഒരു ഇരുണ്ട കാലത്തേക്ക് പോവുകയാണോ? അന്ന് പുസ്തകങ്ങളാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന രീതിയിലേക്ക് മാറുക. എന്ത് തോന്നുന്നു? നമ്മൾ വീണ്ടും ആ ഒരു ഇരുണ്ട കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലതുപക്ഷവൽക്കരണം ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ യൂറോപ്പിലൊക്കെ ഫാസിസ്റ്റ് കക്ഷികൾ പല രാജ്യങ്ങളിലും വളരെ സ്വാധീനം ഉറപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായി അവരുടെ ഫാസിസ്റ്റ് അജണ്ട വ്യക്തമാക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പണ്ടൊക്കെ കേരളത്തിൽ പോലും ഈ വർഗീയത പച്ചയ്ക്ക് പറയാൻ നമുക്കൊരു ഉളുപ്പുള്ള കാര്യം, ഉളുപ്പ് എന്ന വാക്കത് ഉപയോഗിക്കട്ടെ, അങ്ങനെ ഉളുപ്പുള്ള കാലം ഉണ്ടായില്ല പണ്ട്. നമുക്കങ്ങനെ പറയാനൊരു നാണക്കേട് സ്വയം തോന്നിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി പച്ചയ്ക്ക് തന്നെ നമ്മളെ വർഗീയത പറഞ്ഞുകൊണ്ട് അപരനെ വിദ്വേഷം വമിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഭാഗമാണ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന ഹെയ്റ്റ് സ്പീച്ച്. അതെങ്ങനെ തടയാൻ പറ്റുമെന്ന കാര്യത്തിൽ വലിയ ചർച്ച വേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ കുറേ മാധ്യമങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, പൊതുസമൂഹം കൂടി ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയുകയും ഇതിൽ സജീവ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ ഫേസ്ബുക്കും ഒക്കെ ഒരു മുതലാളിത്ത വ്യവസ്ഥ, മുതലാളിയുടെ കയ്യിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അവർ ഏത് നിമിഷം വേണമെങ്കിൽ അവർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടു, നമുക്ക് 100 ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും. പക്ഷേ 100 പേരിലേക്കും ഈ നമ്മുടെ കമൻറ്റ് എത്തുന്നില്ല. അത് വളരെ കൃത്യമായി നോക്കി അത് 10-20 പേരിലേക്ക് മാത്രമേ നമ്മളിടുന്ന കമൻറ്റ് എത്തുന്നു. നമ്മൾ കരുതുന്നു നമ്മളൊരു പോസ്റ്റ് ഇടുന്നതോടുകൂടി നമ്മളെ ഫോളോവേഴ്സ് 1000 പേരുണ്ട്, 1000 പേരും ഇത് വായിക്കുന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കൃത്യമായി 10-20 പേരിലേക്ക് ഇത് പോകുന്നുള്ളൂ. നമ്മൾ ഇൻ്ററാക്ഷൻ നോക്കി നമ്മുടെ പ്രായം, നമ്മുടെ വയസ്സ്, നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയ ചായ്വുകൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായി അത് നോക്കിക്കൊണ്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇത്തരം സോഷ്യൽ മീഡിയയ്ക്കുള്ളിലൊക്കെ ഉണ്ട്.
അതാണ് അവരുടെ കാശ്. അവർ റവന്യൂ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് പറ്റിയ പരസ്യങ്ങൾ തന്നിട്ട് നമ്മുടെ രാഷ്ട്രീയ ചായ്വുകൾ കൃത്യമായി മനസ്സിലായത് മറ്റൊരു പാർട്ടിക്ക് വോട്ട് ഇലക്ഷൻ വരാൻ നമുക്ക് കാണാൻ മുന്നേ അടുത്ത 2-3 മാസങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും. കാരണം ഭയങ്കരമായിട്ട് ഇത്തവണ ഇലക്ഷൻ സോഷ്യൽ മീഡിയയിലായിരിക്കും വലിയ ക്യാമ്പയിൻ നടക്കാൻ പോകുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വ്യാജ പ്രചാരണത്തിൽ വലിയ തിര അടിക്കാൻ പോകുന്നൊരു മാസങ്ങളാണ് മുന്നിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയും ഇരുണ്ട കാലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ മെറ്റ പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഭീമന്മാരും നിലനിൽക്കുന്നത് അടിസ്ഥാന ജനങ്ങൾ അതിൽ ഓഡിയൻസായിട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ബാബരി വിഷയം വരുന്നു, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ജനങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ നിലപാടെടുത്തില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ സംഘ് ചായ്വിൽ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നു. ഒരു സെൻസർഷിപ്പിൻ്റെ ഒരു സംഭവം കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത് എന്ന ബോധ്യം ജനങ്ങൾക്ക് കൂടി വരേണ്ടതില്ലേ? അതിന് മീൻസ് അടിസ്ഥാന ഓഡിയൻസ് എന്ന രീതിയിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് മെറ്റ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ഒരു നിസ്സഹകരണം പോലെയുള്ളത് സാധ്യമാകുമോ പുതിയ കാലത്ത്? അതായത് ഇപ്പോൾ ഈ മെറ്റ പോലുള്ള കമ്പനികളെ സാധാരണ ജനങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഭരണകൂടവും ഇത്തരത്തിലുള്ള കമ്പനികളും തമ്മിലുള്ള ടൈഅപ്പുകളൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അവർക്കിത് അറിയുന്നില്ല. അവർ കാണുന്നത് ഇപ്പോൾ ഒന്നുകിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പത്രമാധ്യമങ്ങൾ, മറ്റത് ഇപ്പോൾ ഇവിടെ വളരെ ഞങ്ങളൊക്കെ നോക്കിക്കാണുന്ന നിങ്ങൾ ട്രൂ കോപ്പി തിങ്കിനെ പോലുള്ള അതിൽ ഭയങ്കര ഇൻ്റലക്ച്വലായിട്ടും വളരെ നിഷ്പക്ഷമായിട്ടും നിലപാടെടുക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിൽ ഈ 2 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് മെറ്റ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെയുള്ള ഈ കൺട്രോളിങ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പ്രചരണം. പിന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഒരു 40,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ അത് കുറച്ചാണെങ്കിലും വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ടീമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് തന്നെയാണ് ഭരണകൂടത്തിൻ്റെ പ്രശ്നവും. കാരണം ഈ ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് പിന്നെ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ അത്ര പെട്ടെന്ന് കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അത് അവർക്ക് ശക്തമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കേരളത്തെ ഇൻ്റലക്ച്വലായിട്ട് നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് അവർ ആദ്യം നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിനെയൊക്കെ അവർ കത്രിക വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കമ്പനികളും ഭരണകൂടവും തമ്മിലുള്ള അവിഹിത ബന്ധം നമ്മൾ തുറന്നു കാട്ടുകയും അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ ഇത് എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ സാർ പറഞ്ഞ മാതിരി ഈ ഭരണകൂടത്തിന് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കേരളത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ ഭരണകൂടത്തിന് ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ആലോചിക്കുക. കാരണം ശക്തമായിട്ടുള്ള ഒരു യുവജന പ്രസ്ഥാനം അവരുടെ പിറകിലുണ്ട്. ഇവിടെ ഇപ്പോൾ സൈബർ വിങ്ങുകളുണ്ട്. ഇവിടെയുള്ള ഇപ്പോൾ UDF-നാണെങ്കിലും LDF-നാണെങ്കിലും സംഘപരിവാറിനാണെങ്കിലും ശക്തമായിട്ടുള്ള യുവജന നിരകളുണ്ട്, അല്ലെങ്കിൽ സൈബർ വിങ്ങുകളുണ്ട്. അപ്പോൾ ഈ സൈബർ വിങ്ങിലൂടെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് തന്ത്രങ്ങൾക്കെതിരെ നമ്മൾ പ്രചരണം നടത്തുകയും കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെപ്പോലെയുള്ള ഒരു മീഡിയയ്ക്ക് സപ്പോർട്ട് വേണ്ടത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. കാരണം ഓരോ ഫൈറ്റിങ്സിനും ഇവിടെ വിലയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രതിരോധം സോഷ്യൽ മീഡിയയിലൂടെ തീർക്കുമ്പോൾ തന്നെ അതും ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അതിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലേ? നമ്മൾ ഇപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ വളരെ കുറച്ച് ആളുകളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എടുത്തു ചാടിയിരുന്നത്. ഭൂരിപക്ഷ ആളുകളും സമരത്തിൽ ഇറങ്ങാതെ ഒരു 15% ആളുകൾ മാത്രമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അന്ന്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നും ഞങ്ങൾ ജീവനോടെ ഇവിടെ നിലനിൽക്കുന്നും പ്രതീക്ഷയില്ലായിരുന്നു. പലരും ജീവൻ കളഞ്ഞിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയില്ലാത്ത കാലഘട്ടത്തിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം
സത്യം ജയിക്കും. അല്ലെങ്കിൽ ഇവിടെ ഭരണഘടന നമുക്ക് നൽകുന്ന കുറേ അവകാശങ്ങളുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിലനിന്നില്ലെങ്കിൽ എന്തായിരിക്കും? ഇരുണ്ടതായിരിക്കും വരാനിരിക്കുന്ന കാലം. ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഇരുണ്ട കാലം ഇവിടെ നടപ്പിലായിരിക്കും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മളെ യുവജനങ്ങൾ മുന്നോട്ട് വരികയും എത്ര തന്നെ കഴുത്തറുത്താലും നമ്മൾ പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യാം. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. ട്രൂ കോപ്പി തിങ്കിൻ്റെ ഇൻസ്റ്റഗ്രാം പേജാണ് അവർ ഇടപെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇത് മെറ്റ കമ്പനിയുടെ തന്നെ ഫേസ്ബുക്കിലും ഇതേ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഏരിയയിൽ ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഒരു മിക്ക ജനങ്ങളിലും അവർക്ക് ഈ വർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു തലമുറ, അതായത് കൂടുതൽ ആ തലമുറ യൂസ് ചെയ്യുന്നത് ഇനി ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ അത്തരം തലമുറയെ ഇനി പുതിയൊരു ചരിത്രം, അതായത് ഇവിടെ യഥാർത്ഥ ചരിത്രത്തെ മറച്ചു വെക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ഈ സത്യം അറിയേണ്ടതില്ല ഇനി. കാരണം പാഠപുസ്തകങ്ങളിലുള്ള ഇടപെടലൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കേരള കോണ്ടെക്സ്റ്റിൽ നമുക്ക് പലതരത്തിലുള്ള യുവജന സംഘടനകളുടെയും ഇടപെടലുകൾ കാണാൻ പറ്റും ഇതിനെതിരെ. പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ ഇതിനൊരു വിപുലമായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതി ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉയർന്നു വരണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ ഈ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം നമ്മൾ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളെ എടുത്ത് വിലയിരുത്തുമ്പോഴും കേരളം പോലെയുള്ള അല്ലെ തമിഴ്നാടിനെ പോലെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. പിന്നെ ഇവരിപ്പോൾ ചെയ്യുന്നത് ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പോലും യുവജനങ്ങൾ കാര്യങ്ങൾ അറിയരുത്, യുവജനങ്ങളിൽ അടുത്ത് നിന്ന് പ്രതിരോധം വരരുത് എന്നുള്ള രീതിയിലാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നീങ്ങിക്കൊണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും, കുറച്ച് കൂടുതൽ നമുക്ക് എഴുതാൻ പറ്റും, ചരിത്രം നമുക്ക് എഴുതാം, എല്ലാം എഴുതാം. പക്ഷേ ഫേസ്ബുക്കിൽ അതായത് ഫേസ്ബുക്കാണ് ഉദ്ദേശിച്ചത്, ഫേസ്ബുക്കിലേക്കുള്ള യുവജനങ്ങളുടെ വരവ് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കുറച്ചിട്ടുണ്ട്. അവർ ഇൻസ്റ്റയിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. ഇൻസ്റ്റയിൽ കുറച്ചാണ്, ഫേസ്ബുക്കിൽ എഴുതുന്ന മാതിരി എഴുതുന്നില്ല. പിന്നെ അതേപോലെ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ വീഡിയോ കാണാനുള്ള ഒരു മനസ്സ് ഇന്നത്തെ യുവജനങ്ങൾക്കില്ല. അവരെ ബ്രെയിൻ അവരറിയാതെ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. ഇത് പെട്ടെന്ന് നമ്മളിത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും നമുക്കൊരു ചരിത്രം അറിയണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇരുന്ന് വായിക്കണം, അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂറോ കാണണം. അത് കാണാനുള്ള ബ്രെയിന് നമ്മളെ യുവജനങ്ങളുടെ ഇടയിൽ നിന്നും ഇവിടുത്തെ കുത്തകകൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ സെക്കൻഡാണ് സെക്കൻഡുള്ള വീഡിയോ കൊണ്ട് ഒന്നും ഇവരുടെ ബ്രെയിനിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത് അതിൽ നിന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മീഡിയയാണ് നിങ്ങൾ. ട്രൂ കോപ്പി തിങ്കിനെ പോലുള്ള ഒരു മീഡിയ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സർവീസ് നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇൻ്റലക്ച്വലായിട്ട് നിങ്ങൾ ബോധം ഉയർത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ നിങ്ങളെയാണ് ഇപ്പോൾ കത്രിക വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞ മാതിരി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, നീങ്ങണം എന്നൊക്കെ സജീവമായിട്ട് അല്ലെങ്കിൽ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കുകയും അതിനുള്ള ഒരു പ്രവർത്തനം നമ്മൾ എടുക്കുകയും വേണം. ഈ മീഡിയ ഫ്രെറ്റേണിറ്റിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ പോലും നിങ്ങൾ പറയുന്നത് മാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വം നടക്കാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഇത് പ്രകടമായൊരു അനീതി നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊന്നും നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടായിരിക്കും പ്രകടമായി ഈ ഒരു അനീതിയെ റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പോലും തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ആ രാഷ്ട്രീയ ലാക്ക് എന്തായിരിക്കും? ഞാൻ ആ ചോദ്യത്തിലേക്ക് മറുപടി പറഞ്ഞതിന് മുമ്പ് ഞാൻ പ്രദീപേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് സ്നേഹപൂർവ്വം വിയോജിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ സ്വാഭാവികമായും അബോധപൂർവമെങ്കിലും അത് അനുകരിക്കാനുള്ള പ്രവണത മറ്റ് സംസ്ഥാന ഭരണാധികാരികളിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം കേരളത്തിൽ തന്നെ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തു. നമ്മുടെ KSU റിപ്പോർട്ട്, ഏഷ്യാനെറ്റ് റിപ്പോർട്ടർക്ക് അഖില നന്ദകുമാറിനെതിരെ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുത്ത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഈ അടുത്ത് നവകേരള യാത്ര നടക്കുമ്പോൾ 24 ന്യൂസിലെ റിപ്പോർട്ടർക്കെതിരെ അവർ യൂത്ത് കോൺഗ്രസ്സുമാരെ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്തത് സംസ്ഥാന സർക്കാരാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പത്രപ്രവർത്തകർക്ക് പ്രവേശന അനുമതി നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറണമെങ്കിൽ വാർത്തയ്ക്ക് സംബന്ധിച്ച് പോകണമെങ്കിൽ ആദ്യം ആ കൺസേൺഡ് വകുപ്പ് അധികാരിയുടെ കൺസെൻറ്റ് ഇല്ലാതെ നമുക്കവിടെ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയുണ്ട്.
അതുപോലെ നിയമസഭയിൽ പണ്ട് എല്ലാ ചാനലുകൾക്കും റെക്കോർഡിങ്ങുള്ള അനുമതിയുണ്ട്. ഇപ്പോൾ അത് നിഷേധിക്കപ്പെട്ട് സഭാ ടി വി തരുന്ന വിഷ്വൽസ് മാത്രമേ നമുക്ക് പ്രക്ഷേപണം ചെയ്യാൻ പറ്റുള്ളൂ. സഭാ ടി വി എന്ന ഒരു ഈ പറഞ്ഞ മെറ്റ പോലൊരു ഒരു ഏക സംവിധാനമാണ്. അവർക്ക് വേണ്ട വിഷ്വൽ മാത്രമേ അവർ പ്രത്യേകം കൊടുക്കുന്നുള്ളൂ. അവരത് ഓഫ് ചെയ്താൽ കേരളത്തിൽ ഒരു ചാനലിനും വിഷ്വൽ കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഐഡിയ കിട്ടുന്ന എവിടെ നിന്നാണെന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകളുടെ ഒരു പ്രവണതകൾ കോപ്പി അടിച്ചുകൊണ്ടാണ് ഇവിടെ മനഃപൂർവ്വം സംഭവിക്കുന്നതായിരിക്കില്ല എങ്കിൽ പോലും അബോധപൂർവ്വം പോലും അങ്ങനെ അത്തരം ഒരു മാധ്യമങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളൊരു പ്രവണത സംസ്ഥാനങ്ങളിലേക്കും വരുന്നുണ്ട്. അതൊരു വളരെ മോശം പ്രവണതയാണ് എന്ന കാര്യം കൂടി ഞാൻ പറയാം. ഇടത് സംഘടനകളൊക്കെ വളരെ ക്ലീനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്ന കാര്യം വളരെ സ്നേഹപൂർവ്വം ഞാൻ പ്രദീപ് ഏട്ടനോട് പറയുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ ട്രൂ കോപ്പിയുടെ കാര്യത്തിൽ അത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചുള്ള കൃത്യമായ ധാരണ പൊതുസമൂഹത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ പോലും അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമായി നടക്കുക എന്നുള്ള ഒരു അവബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരു പത്രത്തിൻ്റെ സംഭവം മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുവെ ഒരു മടിയുണ്ട് ഇവിടെ, അറിയാലോ. ഒക്കെ മത്സരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ട്രൂ കോപ്പിക്ക് സംഭവിച്ച കാര്യം ട്രൂ കോപ്പി മാത്രം റിപ്പോർട്ട് ചെയ്യുകയും മറ്റു മാധ്യമം റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രവണത നിലവിലുണ്ട്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. ഈ അഖിലാനന്ദകുമാറിൻ്റെ ആയാലും കേരളത്തിൽ നടക്കുന്ന മാധ്യമ ധ്വംസനങ്ങൾക്കെതിരെ വളരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ട്രൂ കോപ്പി. ഈ അഖിലാനന്ദകുമാർ ആയാലും മീഡിയ വൺ ആയാലും കേരളത്തിൽ ഏതെങ്കിലും ഒരിടത്ത് മാധ്യമ സ്വാതന്ത്ര്യം നടക്കുന്ന സമയത്ത് ഏറ്റവും ലൗഡായിട്ട് തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. പക്ഷേ ആ മാധ്യമ സ്ഥാപനത്തിന് ഫാസിസത്തിൻ്റെ അത് കോർപ്പറേറ്റ് ശക്തികളാണെങ്കിൽ പോലും അങ്ങനെ ഒരു അനീതി നേരിടുമ്പോൾ അത് അങ്ങനെ ഒരു വേറൊരു തരത്തിലേക്ക് അതിനെ കാണേണ്ടതുണ്ടോ? ഇതൊക്കെയും ഫാസിസത്തിൻ്റെ ഇരകളിൽ അങ്ങനെയുണ്ടോ? ഇരകളിൽ സെലക്റ്റീവ് ഇരകൾ എന്ന് പറയുന്ന ഇരകളുണ്ടോ? സാങ്കേതികത്വത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ട്രൂ കോപ്പി തിങ്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരാത്തതുകൊണ്ടായിരിക്കും വരും ദിവസങ്ങളിൽ അതിനെ പറ്റിയുള്ള വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യയിൽ പ്രകടമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണാധികാരത്തിൻ്റെ രൂപത്തിൽ തന്നെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഒരു 100 വർഷത്തെ ചരിത്രത്തിൽ പതുക്കെ സാമൂഹ്യ ശരീരത്തിൽ മുഴുവൻ എങ്ങനെയാണ് ഇത് ഇൻജെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് അധികാര രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിലേക്ക് വന്നിട്ടുള്ളത്. നേരത്തെ രാകേഷ് പറഞ്ഞതിനോടും കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അതായത് ഇതിൻ്റെ അനുരണനങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നല്ല, ഈ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ആശയപരമായ സ്വാധീനം അല്ലെങ്കിൽ അധികാര സ്വാധീനമൊക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ മുഴുവൻ വ്യാപിക്കുന്നു എന്നുള്ള, അത് രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമല്ല വ്യക്തികളിൽ പോലും അതിൻ്റെ സ്വാധീനം ഈ ഒരു അധികാര രൂപത്തിൻ്റെ, ഒരു പരമാധികാരത്തിൻ്റെ, ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം വ്യാപിക്കുന്നു എന്നുള്ള ആശയപരമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നില്ല. അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം എല്ലാ പാർട്ടികളിലും ഒരു ഔദ്യോഗികമായി തന്നെ സ്വീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് വിധേയമാകുന്നു, ആ പ്രവണതകൾ ശക്തിപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും അഴകുഴമ്പൻ ഞങ്ങൾ ഭാഷയിൽ പറഞ്ഞ ബൂർഷ്വാ രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ പോലും അങ്ങനെ ഇല്ല. പക്ഷേ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുഷിച്ച പ്രവണതകൾ ഏത് പാർട്ടിയിലേക്കും കടന്നു വരും. ഞാൻ ആലോചിക്കണം, ഞാൻ 15 വർഷം MLA ആയിരുന്ന ആൾ. ഈ 15 വർഷത്തെ ഞാൻ MLA ആയിരുന്ന സമയത്ത് അത് എന്നിൽ ഈ അധികാരവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനിൽ ഉണ്ടാവാൻ പാടില്ലാത്ത എന്തെങ്കിലും പ്രവണത എന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിരന്തരം സ്വയം വിമർശനം നടത്താൻ ബാധ്യത എനിക്കുണ്ട്. ഞാനത് നടത്തിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, അത് പിന്നെ പുറത്തുള്ളവരാണ് വിലയിരുത്തേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ. ഇത് സമൂഹത്തിൽ നിന്നുള്ള സംഭവം എവിടെയും വരും. അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത ഉണ്ടാവണം. ഞാനതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു കർമ്മം നടന്നപ്പോൾ അതിനൊരു നിഷ്കളങ്ക കർമ്മമായിട്ട് കാണാൻ പറ്റാത്തത്, അത് നമ്മളതിൻ്റെ വിശ്വാസമൊന്നുമല്ല. വിശ്വാസികളുടെ വിശ്വാസത്തേക്ക് എല്ലാവരും വളരെ വിലമതിക്കുന്നതാണ്, അത് വേണം. പക്ഷേ അത് നടത്തിയ പ്രയോഗമുണ്ട്, അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രയോഗമുണ്ട്. പ്രധാനമന്ത്രി അവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ട് കർമ്മിയായി പോയി എന്നുള്ളതാണ്. അതാണ് എന്തൊരു പേര് പറഞ്ഞു അദ്ദേഹത്തെ പ്രത്യേകം. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അത് സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് വലിയ നിലയിൽ ആളുകളുടെ മനസ്സിലേക്കും മസ്തിഷ്കത്തേക്കും ഒരു അധികാരത്തിൻ്റെ ഒരു ആഞ്ഞടിയുണ്ട് അതിൻ്റെ മുകളിൽ. അതുണ്ടാക്കിയ അന്തരീക്ഷത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ NITയിലെ പ്രൊഫസറുടെ പ്രതികരണങ്ങൾ. നേരത്തെ തന്നെ അതിന് ബാധയേറ്റിട്ടുണ്ട് അതിൻ്റെ മനസ്സിൽ. ഈ ഫാസിസ്റ്റ് ആശയത്തിൻ്റെ ബാധയേറ്റിട്ടുണ്ട്. ആ ബാധ വെളിച്ചപ്പാടായി മാറുകയാണ്. ഇങ്ങനെ വെളിച്ചപ്പാടുകൾ പലയിടത്തും പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് ആ ക്യാമ്പസിലുണ്ടാകുന്നത്. മണിശങ്കർ അയ്യർക്കെതിരെ റെസിഡൻസ് അസോസിയേഷൻ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സമൂഹത്തിലാകെ വരികയാണ്.
അപ്പോൾ വരുമ്പോൾ അതിൽ നിന്ന് ആരും മാറിപ്പോകുന്നില്ല. നമ്മൾ അങ്ങേയറ്റത്തെ ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു പാർട്ടി സ്വീകരിക്കുന്ന നിലയിലൊന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ആ ഒരു പ്രവണതകൾ വരാനിടയുണ്ട്. അപ്പോൾ അത് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മറ്റത് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഫാസിസ്റ്റ് ആശയത്തിൻ്റെ അല്ല, സാധാരണഗതിയിൽ തന്നെ സമൂഹത്തിൽ അധികാരവും അധികാരഘടനയുമായി ബന്ധപ്പെട്ട പിന്നെ ഇടപാടുകൾ നമ്മൾ നിരന്തരം നടത്തുമ്പോൾ അതിന് ആ പദവിയിലിരിക്കുന്ന ആളുകൾ അതിനോട് പ്രത്യേകമായ മമത ഉണ്ടാകുന്നൊരു സമൂഹം, വീരാരാധന, അങ്ങനത്തെ ഒരു പല കാര്യങ്ങളും നടക്കുന്നില്ലേ. അപ്പോൾ അത് നമ്മൾ നിരന്തരം നമ്മൾ സ്വയം ക്രിട്ടിസൈസ്, അതിന് അവിടെയൊക്കെ മീഡിയാസിന് വളരെ ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തോട് വിയോജിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ തന്നെ ഇതിനെ താരതമ്യം ചെയ്യുന്ന രീതി കണ്ടോ. ഇന്ത്യയിൽ നടക്കുന്ന ഈ ഏറ്റവും ഫാസിസത്തിൻ്റെ ആശയരംഗത്തെ സംഹാര താണ്ഡവവും ഇവിടെ ഏതൊരു അഖിലേ നന്ദകുമാറിൻ്റെ കേസുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അഖില നന്ദകുമാറിൻ്റെ കേസ് എന്ന് പറയുന്നത്, അവർ കേസെടുത്താൽ അവർക്ക് ആർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയോ ആ പത്രം അടച്ചുപൂട്ടുമെന്ന് അല്ല ചാനൽ അടച്ചുപൂട്ടുകയോ ചെയ്തിട്ടില്ല. പത്രപ്രവർത്തകരാണെങ്കിൽ പോലും ചിലപ്പോൾ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്തു എന്ന് തോന്നിയാൽ ഒരു സംശയത്തിൻ്റെ മുകളാവാം, കേസെടുക്കുന്നു, പരിശോധിച്ച് അതിൽ കാര്യമില്ലെങ്കിൽ ഒഴിവാകുന്നു. ചിലപ്പോൾ അപ്പോഴേക്കത് എന്തുമാത്രം അതാ ഞാൻ പറഞ്ഞത്. അഖില നന്ദകുമാറിൻ്റെ ഇഷ്യൂ വന്നു, അത് പരിശോധിച്ചവർ ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ കൂടെ എന്തായിരുന്നു കോലാഹലം, എന്തായിരുന്നു ഡിസ്കഷൻസ്, അങ്ങനത്തെ ഒരു ചർച്ച ഇപ്പോൾ ട്രൂ കോപ്പി തിങ്കിനെതിരെ വന്നതിനെക്കുറിച്ചുണ്ടായോ? അപ്പോൾ എവിടെയാണ് പക്ഷപാതിത്വം? ഒരു 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 ഡിസ്കഷൻ ഉണ്ടായില്ലല്ലോ. പിന്നെ നമ്മുടെ ന്യൂസ് ക്ലിക്കിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലാകെ നടക്കുന്ന ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ഈ കോഴിക്കോട്ടെ NIT, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വലിയ ചരിത്രമുള്ള കോഴിക്കോട്ട്, ജനാധിപത്യത്തെയൊക്കെ ഉയർത്തിപ്പിടിച്ചൊരു രാഷ്ട്രീയ ഭൂമികയാണ് കോഴിക്കോട്ടെ. ഈ NIT-യിലുണ്ടായ സംഭവത്തെ എങ്ങനെയാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഒരു സാധാരണ ഏതോ ഒരു മൂലയിൽ നടന്നൊരു ലോക്കൽ സംഭവം പോലെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് അഖിലാനന്ദകുമാറിൻ്റെ ആ ഇഷ്യൂ കൈകാര്യം ചെയ്തതിൻ്റെ അകത്തുള്ള ശരി തെറ്റുകളെ കുറിച്ചല്ല ഞാൻ പോകുന്നത്. അതിനെതിരെ ഭയങ്കരമായ പ്രതിരോധം ഉണ്ടായല്ലോ. അതിനേക്കാൾ വലിയ പ്രതിരോധം ഉണ്ടാവണം അല്ലോ ഇതിൻ്റെ അകത്ത് ഉള്ള കാര്യത്തിൽ. ഇപ്പം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ പറയാം, നമ്മുടെ ചാനലുകളിൽ രാത്രികാലത്തെ ഡിസ്കഷനുകളിൽ ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു വളരെ സഭ്യേതരമായ പദങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും ആരോടും ചെയ്യരുത്. ഏത് ഗവൺമെൻറ് ഇരുന്നാലും ചെയ്യാൻ പാടില്ല. അത്ത നിലയിൽ ആക്രമണങ്ങൾ നടക്കാൻ പറ്റും. അതിൻ്റെ പേരിൽ നടപടികളൊന്നുമില്ലല്ലോ. അതിൻ്റെ പേരിൽ പോയിട്ട് തടസ്സപ്പെടുത്തലുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ചില പ്രത്യേക കേസുകൾക്ക് അങ്ങനെ പിന്നെ കേസെടുത്ത അത് അഖിലയുടെ മാത്രമല്ല വേറെ ഏതൊക്കെയോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് അതൊരു പരിശോധന നടക്കുന്നു, കഴിയുന്നല്ലാതെ ഗവൺമെൻറ് അതിനെ അത്തരം നിലപാടുകളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. സാധാരണഗതിയിൽ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിലുള്ള ചില അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നു. ആയിക്കോട്ടെ, അതിനും അവകാശമുണ്ട്, അങ്ങനെ ചെയ്യട്ടെ. നന്ദകുമാറിൻ്റെ ഇഷ്യൂ ശക്തമായി മീഡിയാസ് അവതരിപ്പിച്ചതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് മാത്രമല്ലേ കാണുന്നുള്ളൂ. ബാക്കി ഉള്ള കാര്യങ്ങൾ, അതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നതിനെ കാണുന്നില്ലല്ലോ. അതിനെ എന്തൊക്കെയാണ് മുഖപ്രസംഗങ്ങളൊക്കെ എഴുതിയത് ഈ സന്ദർഭത്തിൽ, അതാണ് എല്ലാ പത്രങ്ങളും. രാകേഷിനോട് ഇപ്പോൾ KUWJ എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനയ്ക്ക് ഒരു ഇരട്ടത്താപ്പുള്ളതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്തുനിന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ആളുകളിൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ലെഗസി പരിഗണിച്ചുകൊണ്ട് ഇടപെടുകയും ഓൺലൈൻ മീഡിയയ്ക്ക് എന്തു തന്നെ സംഭവിച്ചാലും അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു, ഇപ്പം നമ്മളുടെ വിഷയം മാത്രമല്ല പറയുന്നത്, ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു പ്രസ് ക്ലബ്ബിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അനുമതിയില്ല. ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ, മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഓൺലൈൻ വിഭാഗത്തെ തന്നെ കൃത്യമായ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള പ്രിവിലേജുകൾ കൊടുത്തുകൊണ്ടല്ല പരിഗണിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി ഇഷ്യൂസ് ഓൺലൈൻ മാധ്യമങ്ങളെ ഒരു രണ്ടാം നിര ജേർണലിസ്റ്റുകളായിട്ട് പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണത ഉണ്ട്. അതിനെതിരെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് നമ്മളുടെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിനുള്ള ഭാവിയിലെങ്കിലും അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഈ ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളോട് കേരള പത്രപ്രവർത്തക യൂണിയൻ ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്നുണ്ട്, അവർ അവഗണിക്കുന്നു എന്ന പരാതിയിൽ വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സിദ്ദിഖ് കാപ്പൻ അഴിമുഖം എന്നൊരു ഓൺലൈൻ പത്രത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഹാത്തസിൽ പോകുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. സിദ്ദിഖ് കാപ്പന് വേണ്ടി അലഹാബാദ് കോടതിയിലും ലക്നൗ കോടതിയിലൊക്കെ കേസ് നടത്തിയത് KUWJ ആണ്. അവസാനം ഞങ്ങൾ 100 രൂപ, ഓരോ മെമ്പർമാർ 100 രൂപ പിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ പിരിച്ചെടുത്ത പൈസ കൊണ്ടാണ് നമ്മൾ കേസ് നടത്തിയതും നമ്മൾ ഐതിഹാസികമായ വിജയം നേടിയതും. അപ്പം അതുപോലെ അങ്ങനെ ഓൺലൈൻ മീഡിയക്കാരോട് കൃത്യമായൊരു വേർതിരിവ് കാണിക്കുന്നുണ്ടെന്ന് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പം നമ്മൾ ഓൺലൈൻ മീഡിയക്കാർക്ക് നമ്മൾ മെമ്പർഷിപ്പ് KUWJ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓൺലൈൻ മീഡിയ
വരുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ഇവരെ ക്രെഡിബിലിറ്റി തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിൽ വലിയ ഒരു ആശയക്കുഴപ്പം നിൽക്കണം. ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടം പോലെ വരുന്നത്. അപ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്തെങ്കിലും ക്രൈറ്റീരിയ വേണമല്ലോ. ഒരുപാട് ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന യൂട്യൂബ് ചാനൽ ഒരുപാട്. അപ്പോൾ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ മറ്റവർക്കും സ്വാഭാവികം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിലൊരു മാനദണ്ഡം വേണമെന്ന കാര്യത്തിൽ യൂണിയൻ ആലോചിക്കുന്നത്. വരുന്ന കാലത്ത് ഇപ്പോൾ ഓൺലൈൻ മീഡിയകളെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ കാര്യം നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. യൂണിയനിൽ സജീവമായിട്ട് നമ്മൾ ഓൺലൈൻ മാധ്യമപ്രവർത്തകർ പ്രവേശിപ്പിക്കുക. അപ്പോൾ ഒരു പ്രസ് ക്ലബ്ബുകളും ഇവരെ റിപ്പോർട്ടിങ് നമ്മൾ തടസ്സപ്പെടുത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് ട്രൂ കോപ്പീൻ്റെ ആളുകൾ വരെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അത്തരം അങ്ങനെയുള്ള വേർതിരിവുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതും വരും ദിവസങ്ങളിൽ വരുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. പ്രതിഭടനോട് ഒറ്റ കാര്യം കൂടെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ബഹുജന പിന്തുണ ഉണ്ടാവണം, യുവജന സംഘടനകൾ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വളരെ വിധ്വംസകമായി ഹിംസാത്മകമായി RSSും അതിൻ്റെ സംഘപരിവാർ ഹാൻഡിൽസും ഉപയോഗിക്കുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രത്യയശാസ്ത്രത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിശക്തമായി കെട്ടുറപ്പോടുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് ആ ഒരു ഓപ്പണിങ്ങിനെ, ആ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ, ഇതിനെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് സാധിക്കാത്തത്? അതിനെ വേണ്ട രീതിയിൽ ഏറ്റവും ക്രിയാത്മകമായി പ്രതിരോധിക്കാൻ ഇപ്പോഴും പരാജയമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഈ വിമർശനം ശരിയാണ്. അതായത് ഏറ്റവും നിന്ദ്യമായ നിലയിലാണ്, അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട നിലയിലാണ് ഈ സംഘപരിവാരം ഇത് ഉപയോഗിക്കുന്നത്. അതിനെ പ്രതിരോധിക്കേണ്ടതും പ്രത്യാക്രമണം നടത്തുന്നതും കൂടുതൽ ഉന്നതമായ നിലയിലായിരിക്കണം, സംസ്കാര സമ്പന്നമായ നിലയിലായിരിക്കണം. ആശയം കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. അതിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. വളരെ വൈകാരികമായിട്ടും അപ്പം തോന്നുന്ന നിലയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാം അതിൽ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്ക് പരിശീലനം കൊടുക്കാൻ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പത്രം നടത്തുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് മീറ്റിങ്ങുകൾ നടത്തുന്ന പോലെ ആശയപ്രചരണത്തിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ അത് നന്നായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷ പാർട്ടികളൊക്കെ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അവർ വഴിവിട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ്, നന്നായി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പരിധിയിൽ മാത്രം നിൽക്കുന്നവരല്ലല്ലോ മാസ് ചെയ്യുന്ന അപ്പോൾ അത് നിരന്തരം നമ്മൾ മറ്റൊരു എഡ്യൂക്കേഷൻ നടക്കണം. കാരണം അതിനാണ് സ്വീകാര്യത ഉണ്ടാവുക, വിശ്വാസ്യത ഉണ്ടാവുക. നമുക്ക് ഈ തെറ്റായ ആശയങ്ങളെ കീഴ്പ്പെടുത്താൻ അതിജീവിക്കണമെങ്കിലും നമ്മൾ ശരിയായ വഴിയിൽ തന്നെ സഞ്ചരിക്കണം. നമ്മൾ സത്യം പറയണം, സത്യസന്ധമായ നിലപാടെടുക്കണം. അതുപോലെ തന്നെ ഏറ്റവും നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യണമല്ലോ ആളുകളുടെ ഇടയിൽ. ആ വിമർശനത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ അത് സീരിയസ് ആയി കണ്ടുകൊണ്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അളവുകൾ കുറയുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. നേരത്തെയുള്ള ഭയങ്കര റെസ്പോൺസിബിളായിട്ട് ഉള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നന്നായിട്ട് വ്യത്യാസം വരുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് കണ്ടതാണ്. അതിൻ്റെ പത്ര റിപ്പോർട്ടും ചാനൽ ചർച്ചയൊക്കെ കണ്ടതാണ്. മനോരമയിൽ ഇന്നലത്തെ വാർത്തയിൽ ഫ്രണ്ട് പേജിലെ സബ് ഹെഡിൽ പറയുന്നത് ധ്യാൻവ്യാപി സമുച്ചയം എന്നാണ്. അതായത് പള്ളി മാറ്റി സമുച്ചയമാക്കാൻ അവർ തയ്യാറാണെന്നുള്ളതല്ലേ? അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ എഴുത്ത് തന്നെയല്ലേ റിപ്പോർട്ടായിട്ട് വരുന്നത്? ഇതൊക്കെ ഒരു ഗൗരവക്കുറവിൻ്റെ അശ്രദ്ധയായിട്ടാണ് ഇതൊക്കെ കാണേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഗ്യാൻവാപി മസ്ജിദിൻ്റെ ഒരു ഇഷ്യൂ ഉയർന്നു വരുമ്പോൾ രണ്ട് കൂട്ടർ മതമൗലികൾ ഭയങ്കര ആഹ്ലാദം പകരുന്ന സംഭവമാണ്. ഇപ്പം സംഘപരിവാരത്തിന് പോലെ തന്നെ മുസ്ലിം മതമൗലികവാദികൾക്കും ഏറ്റവും വലിയ ആഹ്ലാദം പകരുന്ന സംഭവമാണ് ഈ ഗ്യാൻവാപി ഇഷ്യൂ വരുമ്പോൾ. അതിൻ്റെ ഉള്ള ചർച്ച വരുന്നതോടുകൂടി ഇത് വിൻ വിൻ സിറ്റുവേഷനാണ്. ഇപ്പം ഹിന്ദു തീവ്രവാദികൾക്കും മുസ്ലിം തീവ്രവാദികൾക്കും ഒരുപോലെ സന്തോഷം പകരുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ ഈ ഗ്യാൻവാപി മസ്ജിദ് വിഷയം കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കോഴിക്കോട് ഏറ്റവും ആദ്യം സമരരംഗത്ത് ഇറങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ ഗ്യാൻവാപി ഇഷ്യൂ വന്നു, അവിടെ പൂജയ്ക്ക് അനുമതി കൊടുത്തു. അന്ന് വൈകുന്നേരം ഇവിടെ കോഴിക്കോട് പ്രകടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ ഗൗരവപൂർവ്വം ആലോചിക്കുകയും എന്ത് നിലപാടെടുക്കണം അവർക്ക് കൂടി ചർച്ച ചെയ്യുന്നുണ്ടാവും. അവർക്കിൽ പ്രതിഷേധം ഇല്ലാത്തതുകൊണ്ടല്ല. അതുപോലെ ഇടതുപക്ഷ സംഘടനകളൊക്കെ ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി ചാടി വീണു എന്നതിനർത്ഥം ഇത് അവർക്കൊരു വിൻ വിൻ സിറ്റുവേഷൻ, അവർക്കൊരു ഗുണം കിട്ടാൻ പോകുന്ന കാര്യമാണ്. ഈ മനോരമ വന്ന കാര്യം ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഒരു അശ്രദ്ധയാണ്. ഇത് ഗൗരവത്തോടെ കാണാതെ വളരെ കാഷ്വലായിട്ട് എഴുതി പോകും. സമർപ്പണം നെഡിങ് കൊടുത്ത പോലെ വളരെ കാഷ്വലായിട്ട് കൊടുക്കുന്ന ആളുകളുടെ സെൻറ്റിമെൻറ്റ്സിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കാണ്ട് ചെയ്യുന്ന ഒരു അബദ്ധമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് തീർക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പോയി ഈ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു പ്രചാരണം നടക്കുന്നു. അപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇവർ പോകുന്ന ഭയങ്കര മോശം കണ്ടൻറ്റ് പോകുന്നു. അതോട് ഇലക്ഷനും തെരഞ്ഞെടുപ്പിലൊക്കെ സ്വാധീനിക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമുക്ക് മുമ്പിൽ കർണാടക ഇലക്ഷൻ നടന്നു. കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
അവിടെ ദേവന്നൂർ മഹാദേവ എന്നൊരു കന്നഡ എഴുത്തുകാരനുണ്ട്, പത്മശ്രീ ജേതാവാണ് ദേവന്നൂർ മഹാദേവ. അദ്ദേഹം RSS അട്ടില പട്ടില എന്ന പേരിൻ്റെ ഓർമ്മ ഒരു കന്നഡയിൽ ലഘുലേഖ തയ്യാറാക്കി. RSSൻ്റെ മുഴുവൻ കാര്യങ്ങൾ, RSS നടത്തിയ RSSൻ്റെ വംശാവലി, RSSൻ്റെ പ്രത്യയശാസ്ത്രം, RSS വരുത്തുന്ന ദ്രോഹങ്ങൾ എന്നിവ വെച്ചൊരു ലഘുലേഖ പുള്ളി അച്ചടിച്ച് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി അച്ചടിച്ചിറക്കി. അത് സംസ്ഥാനം മുഴുവൻ അദ്ദേഹം വ്യാപിപ്പിച്ചു. ഓരോരോ ചെറിയ സംഘടനകൾ ഏറ്റെടുത്തു. പുള്ളി അത് പ്രസ്സിൽ പോയി പ്രിൻ്റ് ചെയ്യും, അത് കൊടുക്കും. അങ്ങനെ കോപ്പി ലെഫ്റ്റാണ്, ആർക്ക് വേണമെങ്കിൽ അച്ചടിക്കാം. അങ്ങനെ കർണാടകയിൽ മുഴുവൻ അത് പ്രചരിക്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ കർണാടക ഇലക്ഷന് പോലും സ്വാധീനിച്ച ഒരു ഘടകമാണത്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ പൊളപ്പും അതിൻ്റെ ഒരു തിളക്കം മാത്രം നമ്മൾ കാണും. പക്ഷേ അടിസ്ഥാന തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ജനങ്ങളോട് പോയി നേരിട്ട് പോയി കണ്ട് നമ്മൾ ഈ പറഞ്ഞ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അപകടങ്ങളും ഭീതികളും കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഇലക്ഷന് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിന് തെളിവാണ് കർണാടക ഇലക്ഷൻ. അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു സൈൻ ബുക്സ് പുസ്തകത്തിൽ ഇറക്കിയിട്ടുണ്ട്, RSS ലഘുലേഖ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ സാഹിത്യകാരന്മാരോ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് സംശയമാണ്. അപ്പം അതും ഒരു മാതൃകയാണ്. നമുക്ക് ജനങ്ങളോട് നേരിട്ട് കണ്ട് സംസാരിക്കാം. നമ്മൾ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറയാമല്ലോ. ഇപ്പോൾ ഗാന്ധിജി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉണ്ടായിട്ടല്ലല്ലോ ഈ ഇന്ത്യ മുഴുവൻ ഏകോപിപ്പിച്ച് പ്രവർത്തനം നടത്തി ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കെട്ടക്കാലത്തും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് ഇന്ത്യ ഒരു വലിയൊരു ഹിന്ദു രാജ്യമായി മാറും എന്നുള്ള ആശങ്കകളൊക്കെ ഒന്നും നിലനിൽപ്പില്ല. ഇതൊക്കെ ഭരണകൂടമൊക്കെ മാറി വരും. ഇതിലും വലിയ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് മുന്നോട്ട് പോയ ഒരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷ കൈവിടാൻ ആയിട്ടില്ല എന്ന കാര്യമാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്.